നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി 2 മുതൽ ഫെബ്രുവരി 8 വരെയുള്ള വാരഫലമാണ് ചിന്തിക്കുന്നത്. ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ജനനസമയത്തെ ഗ്രഹസ്ഥിതിക്കനുസരിച്ചും ഈ പറയുന്ന ഫലത്തിൽ വ്യത്യാസം വന്നേക്കാം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഫെബ്രുവരി മാസം ഗ്രഹനിലയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. ഈ ആഴ്ചയിൽ പൊതുവായ ഗ്രഹനില അനുസരിച്ച് ഫെബ്രുവരി 3 ബുധനും ഫെബ്രുവരി 6 ശുക്രനും കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇത് പല രാശിക്കാർക്കും സാമ്പത്തികവും തൊഴിൽപരവുമായ മാറ്റങ്ങൾ കൊണ്ടുവരും. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ കാലയളവ് പൊതുവെ ഗുണകരമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പിന്തുണ ലഭിക്കും. ജോലിയിൽ അംഗീകാരം ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ചയുണ്ടാകും. പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ അനുകൂല സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അനുയോജ്യ സമയമാണ്. ധനലാഭത്തിന് സാധ്യത കാണുന്നു. വരവ് വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. പൊതുവെ നല്ല ആരോഗ്യസ്ഥിതി തുടരുമെങ്കിലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. പേശി സംബന്ധമായ വേദനകളോ ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ചെറിയ രീതിയിൽ ഉണ്ടായേക്കാം. യാത്രകൾ ഗുണകരമാകും. ശത്രുശല്യം കുറയും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കുക. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കും. പങ്കാളിയുമായി നല്ല ധാരണ പുലർത്താൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിച്ചേക്കാം. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യത കാണുന്നു. ഞായറാഴ്ച പകൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട്. മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുക. ആഴ്ചയുടെ പകുതിയോടെ സമയം അനുകൂലമായി മാറും. ബിസിനസ് രംഗത്ത് വളർച്ചയും നല്ല വരുമാനവും പ്രതീക്ഷിക്കാം. വീട് സംബന്ധമായ കാര്യങ്ങൾക്കോ ഭൂമി വാങ്ങാനുള്ള ശ്രമങ്ങളോ വിജയിക്കും. മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ വാഹന സംബന്ധമായ കാര്യങ്ങൾ പുനരാരംഭിക്കും. കായിക രംഗത്തും ഭരണരംഗത്തും ഉള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി ഈ ആഴ്ച അല്പം ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം. അനാവശ്യമായ യാത്രകളും വിനോദങ്ങളും ചെലവുകൾ വർദ്ധിപ്പിക്കും. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒന്നും കൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ആഴ്ചയിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുമെങ്കിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ആശങ്കകൾ ഉണ്ടായേക്കാം. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ തിരികെ വരാൻ സാധ്യത കാണുന്നു. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല മറുപടി ലഭിക്കും. കണ്ണ്, പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായ വിശ്രമം അത്യാവശ്യമാണ്. ഭക്ഷണകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുക. ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമാകും. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് കൊളുത്തുന്നത് ഐശ്വര്യം ലഭിക്കാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറാനും സഹായിക്കും. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണകരമാണ്. തൊഴിൽ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പ് ലഭിക്കാൻ സാധ്യത കാണുന്നു. സഹപ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അപ്രതീക്ഷിത സഹായങ്ങൾ ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് വിപുലീകരണത്തിന് അനുയോജ്യമായ സമയമാണ്. രേഖകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കുക. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഒന്നിലധികം മാർഗങ്ങളിലൂടെ വരുമാനം വരാൻ സാധ്യത കാണുന്നു. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പഴയ കടബാധ്യതകൾ തീർക്കാൻ ഈ ആഴ്ച സാധിച്ചേക്കാം. ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. പിതാവിൽ നിന്നോ കുടുംബസ്വത്തിൽ നിന്നോ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പ്രതിസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും.
സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാൻ അനുകൂലമായ ചർച്ചകൾ നടക്കും. ദൂരയാത്രകൾക്കും വിദേശ പഠനത്തിനുമുള്ള ശ്രമങ്ങൾ വിജയിക്കും. മാനസികമായ ഉന്മേഷം വർദ്ധിക്കുമെങ്കിലും ശ്വാസകോശ സംബന്ധമായോ അലർജി സംബന്ധമായോ ബുദ്ധിമുട്ടുള്ളവർ ശ്രദ്ധിക്കുക. യോഗ തുടരുന്നത് ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കും. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് കാര്യങ്ങൾ അനുകൂലമാകും. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശനം നടത്തുന്നതോ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ സർവ്വവിഘ്നങ്ങൾ നീങ്ങാൻ സഹായിക്കും. പുണർദം അവസാനക്കാൽ, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്ക് സമ്മിശ്ര ഫലമാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് ജോലിഭാരം കൂടാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. അനാവശ്യ തർക്കങ്ങൾ ശത്രുതയ്ക്ക് കാരണമായേക്കാം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമായ മറുപടി ലഭിക്കാൻ അല്പം കാത്തിരിക്കേണ്ടി വരും. ആഴ്ചയുടെ പകുതിയോടെ തൊഴിൽ സംബന്ധമായ തടസ്സം മാറിക്കിട്ടും. ബിസിനസ്സിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് വിദഗ്ധരുമായി ആലോചിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കേണ്ടതാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ലോണുകൾക്ക് അപേക്ഷിച്ചവർക്ക് അത് ലഭിക്കാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തും. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. കുട്ടികളുടെ പഠനകാര്യത്തിൽ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനിടയാകും. ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയ അസുഖങ്ങൾ വരാൻ സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കുക. രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ആഴ്ചയുടെ പകുതിയോടെ മാനസിക സമ്മർദ്ദത്തിന് ആശ്വാസമുണ്ടാകും. ബുധനാഴ്ച അർദ്ധരാത്രിയോടെ കാര്യങ്ങൾ അനുകൂലമാകും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഓം നമഃശിവായ മന്ത്രം 108 ഉരു ജപിക്കുന്നതും മനഃശാന്തിക്കും തടസ്സങ്ങൾ നീങ്ങാനും സഹായിക്കും. മകം, പൂരം, ഉത്രം ആദ്യകാൽ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് മികച്ച അംഗീകാരങ്ങൾ തേടിയെത്തും. നേതൃത്വ പാടവം പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും. മേലധികാരികളിൽ നിന്നും അനുകൂലമായ നിലപാട് പ്രതീക്ഷിക്കാം. കരിയറിൽ പുതിയ തുടക്കത്തിന് അനുകൂല സമയമാണ്. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. ബിസിനസ് പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ആഴ്ചയായിരിക്കും. എങ്കിലും ആഴ്ചയുടെ മധ്യത്തോടെ അപ്രതീക്ഷിത ചെലവുകൾ വന്നേക്കാം. ഭൂമി ഇടപാടുകളിലോ വാഹന സംബന്ധമായ കാര്യങ്ങളിലോ ലാഭമുണ്ടാവാൻ സാധ്യതയുണ്ട്. മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ മികച്ച വരുമാനം ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കാൻ സാധ്യത കാണുന്നു. ആരോഗ്യ പ്രശ്നത്തിൽ നിന്നും ആശ്വാസം ലഭിക്കും. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. കുട്ടികളുടെ കാര്യത്തിൽ അഭിമാനമുണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. പ്രണയിതാക്കൾക്ക് വീട്ടുകാരുടെ പിന്തുണ ലഭിക്കാൻ സാധ്യത കാണുന്നു. അമിതമായ ജോലിഭാരം സമ്മർദ്ദത്തിന് കാരണമായേക്കാം. ചൊവ്വാഴ്ച സൂര്യോദയത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലമാകും. ഞായറാഴ്ചകളിൽ സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതും ആദിത്യ ഹൃദയം പാരായണം ചെയ്യുന്നതും കാര്യവിജയത്തിന് ഉത്തമമാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യത കാണുന്നു. ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടായേക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച ഗുണകരമാണ്. തുടക്കത്തിൽ ചില അലച്ചിലുകൾ ഉണ്ടായേക്കാം. എന്നാൽ മധ്യത്തോടെ കാര്യങ്ങൾ അനുകൂലമാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ആഴ്ചയുടെ മധ്യത്തോടെ അനാവശ്യ ചെലവുകൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു. പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കും. നിക്ഷേപങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച പകുതിക്ക് ശേഷം അനുകൂലമാണ്. വീട് നവീകരണത്തിനോ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കോ പണം ചെലവായേക്കാം. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ജീവിത പങ്കാളിയുമായി ചേർന്ന് പുതിയ തീരുമാനമെടുക്കും. കുട്ടികളുടെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളും. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾ ഉന്നത വിജയം കൈവരിക്കും. ദഹന സംബന്ധമായ അസ്വസ്ഥതകളോ കാലുവേദനയോ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ലാഭമുണ്ടായേക്കാം. കോടതി സംബന്ധമായി അനുകൂല വിധി ഉണ്ടാകും. കടബാധ്യതകൾ തീർക്കാൻ പുതിയ വഴികൾ തെളിയും. ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമാകും. ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതോ കാര്യതടസ്സങ്ങൾ മാറാൻ സഹായിക്കും.
ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും കഴിയും. കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ധനലാഭമുണ്ടായേക്കാം. പുതിയ ബിസിനസ് തുടങ്ങാൻ അനുകൂലമാണ്. സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരിക്കും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. മുടങ്ങിക്കിടക്കുന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. പൂർവിക സ്വത്തിൽ നിന്ന് നേട്ടമുണ്ടാകും. പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാൻ അനുകൂലമാണ്. കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകും. ബന്ധുക്കളുമായി ഒത്തുചേരാൻ അവസരം ലഭിക്കും. പ്രണയബന്ധങ്ങൾ ദൃഢമാകും. വിവാഹാലോചന നടത്തുന്നവർക്ക് ഈ ആഴ്ച അനുകൂല മറുപടി ലഭിക്കും. ജീവിത പങ്കാളിയുടെ പിന്തുണ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമാണ്. കണ്ണ് സംബന്ധമായോ ചർമ്മ സംബന്ധമായോ ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. വ്യാഴാഴ്ച സൂര്യോദയത്തിന് ശേഷം പ്രതികൂലം. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതോ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഐശ്വര്യത്തിന് കാരണമാകും. വിശാഖം ആദ്യകാൽ, അനിഴം, തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അവ ഭംഗിയായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സഹപ്രവർത്തകരിൽ നിന്ന് ചെറിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടായേക്കാം. എന്നാൽ നിങ്ങളുടെ പ്രവർത്തന മികവ് അതിനെയെല്ലാം അതിജീവിക്കും. ബിസിനസ്സുകാർക്ക് പുതിയ വിപണികൾ കണ്ടെത്താനോ ലാഭമുണ്ടാക്കാനോ സാധിക്കും. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വസ്തു സംബന്ധമായ ഇടപാടുകൾക്കോ വീട് പണിക്കോ അനുകൂല സമയമാണ്. സാമ്പത്തിക നില മെച്ചപ്പെടും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ സാധ്യത കാണുന്നു. അനാവശ്യ കാര്യങ്ങളിൽ പണം ചെലവഴിക്കാതെ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ അവസരമുണ്ടാകും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പ്രണയകാര്യങ്ങളിൽ വിജയം. തൃക്കേട്ടക നക്ഷത്രക്കാർ കോടതി കേസുകളിൽ ജാഗ്രത പാലിക്കുക. ആരോഗ്യനില മെച്ചപ്പെടും. സന്ധിവേദനയോ ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ഉള്ളവർ കൃത്യമായ ചികിത്സ നേടുക. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. അനാവശ്യ ഉത്കണ്ഠകൾ ഒഴിവാക്കുക. വ്യാഴാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് കാര്യതടസ്സങ്ങൾ മാറാൻ ഉത്തമമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കും. സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യത കാണുന്നു. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ദൂരദേശത്ത് നിന്നും പുതിയ അവസരങ്ങൾ ലഭിച്ചേക്കാം. അധ്യാപകർ, സർക്കാർ ജീവനക്കാർ എന്നിവർക്ക് ഈ വാരം ഏറെ ഗുണകരമാണ്. കലാസാഹിത്യകാരന്മാർക്ക് മികച്ച സമയമാണ്. സാമ്പത്തിക സ്ഥിതി വളരെ മികച്ചതായിരിക്കും. ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഉണ്ടായേക്കാം. മുമ്പത്തെ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കും. പുതിയ വീടോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. കുടുംബത്തിൽ വളരെ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. മുതിർന്നവരുടെ അനുഗ്രഹവും പിന്തുണയും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. പ്രണയബന്ധങ്ങളിൽ ഗൗരവകരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. കുടുംബവുമൊത്ത് വിനോദയാത്ര നടത്താൻ സാധ്യത കാണുന്നു. സഹോദര ഗുണം ഉണ്ടാകും. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിരിക്കും. ദഹന സംബന്ധമായുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ വേണം. മാനസികമായി വളരെ അനുകൂല സമയമാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമാണ്. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി കഴിപ്പിക്കുന്നതും ഐശ്വര്യം വർദ്ധിപ്പിക്കും. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് അധ്വാനം വർദ്ധിക്കും. പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കേണ്ടി വരും. മേലധികാരികളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ കൃത്യനിഷ്ഠത അതിനെ മറികടക്കാൻ സാധിക്കും. ബിസിനസ്സിൽ പണമിടപാട് നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുക. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ദീർഘകാലമായി കാത്തിരിക്കുന്ന ആഗ്രഹങ്ങൾ സാധിക്കും. ദേഷ്യം നിയന്ത്രിക്കുക. സാമ്പത്തിക സ്ഥിതി മിതമായി തുടരും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഭൂമി ഇടപാടിൽ നിന്ന് ലാഭമുണ്ടായേക്കാം. പഴയ കടങ്ങൾ തിരികെ ലഭിക്കും.
കുടുംബത്തിൽ സമാധാനമുണ്ടാകുമെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഈ ആഴ്ച നിങ്ങളെ സന്ദർശിക്കാൻ സാധ്യത കാണുന്നു. വാദസംബന്ധമായ അസ്വസ്ഥതകളോ സന്ധിവേദനയോ ഉള്ളവർ ഈ വാരം അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബുധനാഴ്ച സൂര്യോദയത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലമാകും. ശനിയാഴ്ച ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നീരാഞ്ജനം സമർപ്പിക്കുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ സഹായിക്കും. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കണമെന്നില്ല. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങൾ ഇറക്കാൻ ഈ ആഴ്ച അനുകൂലമല്ല. IT, ടെക്നിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച നേട്ടം ലഭിക്കും. സാമ്പത്തികമായി സമ്മിശ്ര ഫലമാണ്. വരുമാനം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായി പണം ചിലവാക്കാൻ സാധ്യത കാണുന്നു. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ദേഷ്യം നിയന്ത്രിക്കുക. ഉറക്കക്കുറവോ മാനസികമായി അസ്വസ്ഥതകളോ അലട്ടാൻ സാധ്യത കാണുന്നു. കണ്ണിനോ കാലുകൾക്കോ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ച ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും മാനസിക ധൈര്യം നൽകാനും തടസ്സങ്ങൾ മാറാനും സഹായിക്കും. പോരുരുട്ടാതി അവസാനക്കാൽ ഉത്രട്ടാതി രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുമെങ്കിലും അവ പൂർത്തിയാക്കാൻ കഠിനാധ്വാനം വേണ്ടിവരും. ദൂരയാത്രകൾ, സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതകൾ എന്നിവ കാണുന്നു. ബിസിനസ്സിൽ ലാഭമുണ്ടാവുമെങ്കിലും പണമിടപാടിൽ ജാഗ്രത വേണം. വിദേശ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിച്ചേക്കാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. വരുമാനത്തെക്കാൾ ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ള ആഴ്ചയാണിത്. ആഡംബര വസ്തുക്കൾക്കോ യാത്രകൾക്കോ ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്കോ വേണ്ടി പണം ചെലവഴിയേക്കാം. വിദേശത്ത് നിന്ന് പണമോ സഹായമോ പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കുടുംബത്തിൽ സമാധാനമുണ്ടാവുമെങ്കിലും ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കാണുന്നു. ബന്ധുക്കളുടെ കാര്യത്തിനായി സമയം ചെലവഴിക്കേണ്ടി വരും. മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ വേണം. ഉറക്കക്കുറവോ ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. രാത്രികാല യാത്രകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഓം നമോ നാരായണ മന്ത്രം ജപിക്കുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ സഹായിക്കും. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. നന്ദി, നമസ്കാരം.